ഞങ്ങളുടെ വയനാട്ടിലെ മുള്ളക്കുറുമ എന്ന് പറയാം. വേട രാജവംശമാണ്. ഞങ്ങൾക്കിവിടെ 18 കോട്ടുണ്ട്. കുറുമ്പാല കോട്ട മുതൽ തമിഴ്നാട്ടിൽ വേടൻ കോട്ട വരെ. കോട്ട എന്ന ഈശ്വരീയ സങ്കല്പമാണ്. അവിടെയാണ് ഞങ്ങൾ കൽപ്പനയും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം അങ്ങനെ അതിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് ശിലായുഗത്തിൽ ഇവിടെ ഉണ്ട്. ശിലായുഗം എന്ന് പറഞ്ഞാൽ കല്ലായുധം. ആ കല്ലായുധത്തിൽ വരച്ചതാണ് എടക്കൽ ഗുഹയിലുള്ള ഇതൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ അമ്പും വില്ലും ആയുധം ഉണ്ടായത്. ഇതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മനുഷ്യനെ അമ്പെയ്ത് കൊല്ലാറില്ല. ഇപ്പം അവസാനം ബില്ലടിക്കേണ്ടി വന്നത് ബ്രിട്ടീഷുകാരുടെയാണ്. ഞങ്ങളുടെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണി, ഹണ്ടിങ്ങും. പിന്നെ ഞങ്ങൾ അന്ന് വസ്ത്രവും ഉപ്പും മാത്രമേ മേടിക്കൂ. ബാക്കി അതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കും. പിന്നെ നമ്മൾ സമ്മിശ്ര കൃഷി, മുത്തറി, ചാമ, ചോളം, ചണ, ചണമ്പ്, പുകല, ഇതെല്ലാം ഒരുമിച്ച് കൃഷി ചെയ്യും. അതാണ് സമ്മിശ്ര കൃഷി. എന്നിട്ട് അതാത് കുന്നിൽ തന്നെ കുഴി ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കും. കാരണം വീട് ഇതേപോലെ ചെറിയൊരു വീടായിരിക്കും, അവിടെ സുഖം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെ ഇവിടെ ആയുധമാണ്. അപ്പം എനിക്ക് ഇവിടെ ഞങ്ങൾ ആരെയും ഞങ്ങൾ പഠിപ്പിക്കില്ല, എല്ലാം കണ്ടുപിടിക്കാൻ. ബില്ല് ഇതിങ്ങനെ എത്ര ആളിൻ്റെ പൊക്കം വേണം. കാരണം ഒരാളെ പിന്നെ തലയ്ക്ക് മേലൊരു ചാണകം വായിച്ചു വേണം, അയാൾ കളിക്കുക. ഇത് 6 മാസം മുന്നേ വെട്ടി നമ്മൾ അട്ടത്തേക്കും വെയിലും ചൂടെ കളിച്ചിൽ. പിന്നെ അതിൽ ഒഴിഞ്ഞ് ഞാണ്ടുള്ളൂ. പിന്നെ ഇതാണ് കത്തിയമ്പ്. ഇത് മൃഗങ്ങളെ വേട്ടയാടുന്ന. ഇത് മൊട്ടമ്പും. ഇത് പക്ഷികളെ മുയലിനൊക്കെ മതി. ഇതിൻ്റെ പ്രത്യേകത ട്രൈബൽ കൊല്ലനാണ് ഉണ്ടാക്കുന്നത്. ഈ കോലുണ്ടാക്കാനാണ് ഏറ്റവും വലിയ പണി. ഇത് തീയിൽ കാച്ചിട്ട് ചവിട്ടിൽ വീഴണം. ഉളച്ച ഉള്ളയാനും പാടില്ല, ഒടിച്ച് ഉടയാനും പാടില്ല. ആ പരുവത്തിൽ മൂപ്പിച്ചിടണം. ഈറ്റ കേട്ടോ, ഈറ്റയാണ്. പിന്നെ ഇത് മുള, പാമ്പു, വളരെ ചെറിയ ഓട്ട ഇട്ടാണ്ട്. ഇത് തൂവല് കഴുകൻ്റെ വെക്കൽ. ഇപ്പോൾ തൂവലൊന്നും കിട്ടാനില്ലല്ലോ. കഴുകൻ്റെ വെക്കും, മയിലിൻ്റെ വെക്കും, പരുന്നിന് വെക്കും. ചരട് പ്രത്യേക. ഇതിപ്പോൾ നൂലാണ്. നമുക്ക് മറ്റേ കാട്ടിൽ ചരട് കിട്ടും. കാട്ടുന്ന ഇത് കടിച്ച് ചമച്ച് പിന്നെ ഇത് ചിറ്റിയതിന് ശേഷം പശയ്ക്കും, തേങ്ങ പശ. ഇത് കാഞ്ചി കൊല്ലമാർക്കുണ്ടാക്കുന്ന. പണ്ട് ഞങ്ങൾ പോത്തിൻ്റെ കൊമ്പുണ്ടാക്കും. എന്നിട്ട് കാഞ്ചി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇത് കരുതല്ല, ചവിട്ടി പിടിച്ച് കളിച്ച് കൂട്ടണം. ഭയങ്കര പാടി. നായാട്ട് പോയാൽ ആദ്യം അമ്പെയ്യുന്ന കൊല്ലുന്ന ആളെ ആദ്യം അമ്പെയ്യുന്നു. അപ്പോൾ അത് ഇത്ര കയറിയാൽ മതി. അവനാണ് അതിൻ്റെ കാരണക്കാരൻ. അവന് ഒരു ഇറച്ചിയും ഒരു കുറവും കൊടുക്കും. പിന്നെ രണ്ടാമത് ഉടലൊടിക്കാതാണ് ആദ്യം പോയി പിടിക്കുന്ന ആൾ. അയാൾക്ക് എന്താ പറയുക, അയാൾക്ക് ഒരു ജോഡി ഇറച്ചിയും അതിൻ്റെ കുടലും ഇതൊക്കെ കൊടുക്കും. പിന്നെ ചങ്കും കരളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത് മുറിക്കുന്ന സ്ഥലത്ത് ചുട്ടിനും എല്ലാവരും. നമ്മളെ ഈ കാട്ടിൽ നിന്ന് മറുകളിക്കൽ ഇത് വഴിയെ പോകുന്നൊക്കെ ഞങ്ങൾക്കറിയാം. വേറെ വഴിയും തെറ്റിപ്പോയില്ല. അപ്പോൾ അവിടെ നല്ല എത്തുകാരൻ നിൽക്കും. ഒഴുക മൃഗത്തിന് ഉന്നം വെക്കുന്നവർക്കറിയാം. മൂക്കിര മൂക്കിൽ ഉന്നം വെച്ചാലേ ഇവിടെ കൊള്ളൂ. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ കണ്ടം മുട്ടെന്നറിയും. അത് ഭൂമിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് വരയ്ക്കും. ഇവിടെ കുറേ കാടുണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കാട്ടിലാണ് പന്നിയുള്ളതെന്ന് ഇവിടെ വരച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ ഭയങ്കര കടുവകളില്ലേ, ഈ കടുവകൾ ഇറച്ചി ഞങ്ങൾ തിന്നില്ല, കടേൻ്റെ പുല്ലിനെ മത്തില്ല. പിന്നെ അപ്പോൾ എന്താ അറിയാം, ഇവരൊക്കെ ഭയങ്കര അപകടകാരിയാണെങ്കിലും ധൈര്യമാണെങ്കിൽ കടുവയാണെങ്കിൽ അവനെ പിടിക്കാൻ പ്രത്യേക ആചാരമുണ്ട്.
ഇവനെ കടുവ കൂട്ടുക നല്ല ഇരുണ്ട് കാട് വെട്ടി ഒതുക്കി കടുവ കൂട്ടുക. എന്നിട്ട് അവിടെ പിന്നെ ഉത്സവമാണ് ഈ കടുവ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ആൾക്കാർ പറയും കടുവ മീശ പറിക്കാനേ നമ്മുടെ ഈ ഈശ്വര്യമായ സങ്കല്പം ചെയ്തിട്ടാണ് വേട്ടയ്ക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ കാരനോട് ചോദിക്കും, എന്നാലേ വേട്ടയ്ക്ക് പോകാൻ പാടുള്ളൂ. അവർ ദൈവത്തിന് കാട്ടു പോകണ കാട്ടിൽ ഇതിലുള്ളതുകൊണ്ട് ഇവരെ അനുവാദം വേണം. അല്ലെങ്കിൽ അപകടം മാറ്റം മൃഗങ്ങൾ ഇങ്ങനെ പുലി ചാടി വരും, നരി ചാടി വരുമ്പോൾ ഇങ്ങനെ കുന്തമായിരിക്കും, വലിയ കുന്തം. അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് മീശ വരണം. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്നുണ്ട്. അങ്ങനെ അവസാനം അവിടുന്ന് കൊല്ലുന്നതാണ് നരി കുത്തുകയെന്നാണ്. പിന്നെ ഞങ്ങൾക്കിതൊക്കെ ചെയ്യാം. ഞങ്ങൾക്കിതൊക്കെ ശ്രീ പരമേശ്വരൻ കിരാതശിവൻ തന്നുള്ളതാണ്. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തോളൂ. എനിക്കും ഇടയ്ക്ക് കിരാതശിവ ഇറച്ചിനും വേട്ടക്കുറുമാൻ ശിവൻ അധികം ശിവനാണ് ഞങ്ങളുടെ ആൾ. കാരണം വേട്ടയാണല്ലോ. അപ്പം ഞാൻ പറയും, നിങ്ങൾ വെറുതെ ഈ അമ്പലമൊക്കെ കയറ്റിയിട്ട് ദൈവങ്ങളെ കൂട്ടിലാക്കണ്ട. അവർ സ്വതന്ത്രമായി നമ്മളുടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അവർക്ക് ഭക്ഷണമൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുമോ? ഞങ്ങളുടെ സിദ്ധാന്തം അങ്ങനെയാണ്. ഇപ്പം നോക്കുമ്പോൾ അതാണ് നല്ലത്. ഞങ്ങളെ കൂടപ്പുറപ്പുകളാണ് ഈ നായ്ക്കൾ. അവരാജ്യം കിട്ടിയാലേ കാട്ടിൽ കയറും. അതുവരെ കാത്തിക്കും. ആജ്ഞ ഞങ്ങൾ കൊടുക്കും. ആ സമയത്ത് പിന്നെ കാട്ടിൽ കയറും. കാട്ടിൽ കയറി മൃഗങ്ങൾ കാട്ടിൽ. നായ്ക്കൾ അറ്റകം ചെയ്യുമ്പോൾ അപ്പോൾ 50 സമയം കിട്ടും. ഈ നായ്ക്കൾ ഈ ആണ് വന്നില്ല, ഇവനൊക്കെ പോയി ബേക്കിൽ മണിക്ക പിടിക്കുക. അപ്പോൾ അത് ഭയങ്കര വില്ലനായിരിക്കും നായ. കാരണം വളരെ കഴിക്കും. അവർ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓടാൻ പറ്റില്ല. അപ്പോൾ സുഖമായിട്ട് അമ്പയ്യ. മനുഷ്യന് സ്ത്രീയെ കിട്ടിയാണോ ഭൂമി? ഇവിടെ ഈ പ്രാണി ജന്തു ജാലങ്ങളൊക്കെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കും ജീവിക്കാൻ ഇതുള്ളൂ. ഇവിടെ ഒരു മരം പോലും പാഴാവുന്നില്ല. ഒക്കെ മനുഷ്യന് ഉപകാരപ്രദമായിട്ടാണ് വെട്ടിക്കുന്നത്, അല്ലേ? ഇവിടെ പാഴാക്കുന്നൊക്കെ മനുഷ്യൻ. ഭൂമിയിൽ കുറേ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കാനുണ്ട്. മൃഗം എന്താണ്, ആ മൃഗം എന്താണ്, ഈ മൃഗം എന്താണ്. ഇപ്പം ഞങ്ങൾ ഓരോ ജീവജാലത്തിൻ്റെയും ഇപ്പോൾ നമ്മളെ ഇതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇവിടെ ഒരു ജീവജാലത്തിനും ഭക്ഷണം കിട്ടുന്നില്ല. മനുഷ്യനും മൃഗവും സംഘടന നിങ്ങൾ കുറേ മനുഷ്യനും മൃഗവും സംഘടന വളർത്തില്ലെങ്കിൽ നിങ്ങൾ ആ മൃഗത്തെപ്പോലും അത്ര പോലും ബുദ്ധി നിങ്ങൾക്കില്ല. നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ശരി, ധിക്കാരപരമായി നമ്മൾ ഭൂമിയെ ദ്രോഹിക്കരുത്. ഇപ്പോൾ നമ്മളിവിടെ കൊണ്ട് മനുഷ്യനെ പിടിക്കുന്ന കടുവയൊക്കെ ഉണ്ടല്ലോ, അതെന്താ കാരണം അറിയോ? നമ്മുടെ വീട്ടിൽ മറ്റൊരുത്തനെ കയറ്റുമോ? അതുപോലെ ഇവരെ കാട്ടിൽ വേറൊരുത്തനെ കൊണ്ടുപോയിട്ടാൽ കയറ്റുമോ? ഓനെ അടിച്ചിറക്കാണ്. അപ്പോൾ അവർ കിട്ടുന്നത് ഭക്ഷിക്കും. ഇപ്പം മനസ്സിലായത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുരങ്കം വെച്ചത് ബ്രിട്ടീഷുകാരാണ്. ഞങ്ങളുടെ ജമീനുണ്ടോ, ഞങ്ങൾക്ക് അവർ കൊടുക്കുന്ന ഒരു 2-7 ഏക്കർ തന്നു. എൻ്റെ അച്ഛനോട് 5 ഏക്കർ മേടിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഭൂമിയൊന്നും വേണ്ടതാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. കാരണം അന്ന് ഭൂമി ഇട്ട് കാര്യമില്ല, 2 രൂപ നികുതി അടയ്ക്കാനില്ല. ഇപ്പോൾ നമ്മളോട് ആദിവാസി എന്താ പറ്റും, ചിലപ്പോൾ തലകെ ചോദിക്കും, നിങ്ങൾക്കൊരു 100 ഏക്കർ വെട്ടിപ്പിടിച്ചേ. അപ്പോൾ വയസ്സിന് ചോദിച്ചാൽ എന്താ അറിയാം, നിൻ്റെ അപ്പം നികുതി അടയ്ക്കരുത്. അല്ല, സത്യമല്ലേ? ഈ 2 രൂപ അടയ്ക്കാൻ വേണ്ടേ? ഒരു കിലോ സേറ് ഗന്ധശാലി ബത്തേരി കൊണ്ടു കൊടുത്താൽ 1.25 രൂപ കിട്ടുക. ഇന്നിപ്പോൾ ഒരു കിലോന് 200 ഇത്രയൊക്കെ ഉണ്ട്, അല്ല പറയാം. ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയ അന്ന് മുതൽ ഞങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങിയ നിങ്ങൾ സാധിച്ചില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ ജീവിച്ചു പോകട്ടെ, എനിക്കെന്താ?